എൻ്റെ സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ശവ്വാലാണ് വരുന്നത്. കുട്ടികളെ മദ്രസയിൽ ചേർക്കേണ്ട സമയമാണ്, ദർസുകളിൽ ചേർക്കേണ്ട സമയമാണ്. ഇന്ന് പല രക്ഷിതാക്കളും മരണപ്പെടുന്നത് അത് കുട്ടികളുടെ കരങ്ങളാലാണെന്ന ദുഃഖസത്യം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, വാർത്തകൾ വായിക്കുന്നുണ്ട്. അതേ വിഷമിച്ചുകൊണ്ട് പെറ്റതായിരിക്കുന്ന പ്രസവിക്കപ്പെട്ടതായിരുന്ന കുട്ടികൾ അവരുടെ വാളിനിരയായിക്കൊണ്ടാണ്, കത്തിക്കിരയായിക്കൊണ്ടാണ് പല രക്ഷിതാക്കളും മരണപ്പെടുന്നത്. പടച്ചറബ് കാക്കട്ടെ. ഉമ്മമാരെ, രക്ഷിതാക്കളെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മക്കൾ എല്ലാ ആളുകളും അധ്വാനിക്കുന്ന സമയത്ത് പറയാറെന്താണ്? ഭയങ്കര അധ്വാനീകരം. എന്തിനാ നിങ്ങൾ ഇങ്ങനെ അധ്വാനിക്കും? നിന്റെ കുടുംബം മാറ്റേണ്ട എന്നൊരു ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് ഗൾഫ് നാടുകൾ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കും പറയാനുള്ളത് എൻ്റെ മക്കളെ പോറ്റണ്ടേ എന്നാണ്. മക്കളെ പോറ്റണം, പക്ഷേ മക്കളെ വളർത്തണം. ആ മക്കൾ നമുക്ക് അനുകൂലമാവണം, നമുക്ക് എതിരാവാൻ പാടില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾ നമുക്ക് അനുകൂലമായി കിട്ടണമെങ്കിൽ, ആത്മീയമായ രൂപത്തിൽ വളർന്നു വരണമെങ്കിൽ, നമുക്ക് സന്തോഷമുള്ള ജീവിതം അവർ നയിക്കണമെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. എപ്പോഴും ദുആ ചെയ്യണം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നല്ല ആളുകൾ ആരാണ്? എപ്പോഴും മക്കൾക്ക് വേണ്ടി എൻ്റെ കുട്ടീനൊന്ന് നന്നായി കിട്ടണം, എൻ്റെ മക്കളെ നന്നാക്കണേ എന്ന് 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യുന്നവരാണ്. അതേ എപ്പോഴാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യുന്നതിന് പുറമെ മക്കൾ നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദുമാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, സാദാത്തുക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം.